ഹായ്. അഡിനോഡക്ടമി സർജറി അഥവാ അഡിനോഡ് ഗ്രന്ഥി നീക്കം ചെയ്യൽ ശസ്ത്രക്രിയ. ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായതിനു ശേഷവും കുട്ടിയുടെ ആരോഗ്യം ശസ്ത്രക്രിയയ്ക്ക് മുമ്പുള്ള പോലെ തന്നെ തുടർന്നു പോകുന്നു എന്ന് വിഷമിച്ചിരിക്കുന്ന രക്ഷിതാവാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് മാത്രമല്ല, ഇതേ ശസ്ത്രക്രിയ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന രക്ഷിതാക്കൾക്കും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഞാൻ ഡോക്ടർ ലിജോ കുര്യൻ, തൃശ്ശൂർ ആസ്ഥാനമായിട്ടുള്ള അഡിനോക്കെയർ എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപകനും ആയുർവേദത്തിലും MBBS ഡിഗ്രി എടുത്തതിന് ശേഷം കഴിഞ്ഞ 20 വർഷത്തോളമായിട്ട് ആയുർവേദവും ആധുനിക വൈദ്യവും ദന്തവൈദ്യവും സമന്വയിപ്പിച്ചുകൊണ്ട് കുട്ടികളിലെ അഡിനോയിഡ് എന്ന അസുഖത്തെ ശസ്ത്രക്രിയ കൂടാതെ ചികിത്സിച്ചു വരുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് നോൺ സർജിക്കൽ അഡിനോഡ് എക്സ്പെർട്ടാണ്. ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ സ്ഥാപനത്തിലേക്ക് കടന്നു വരികയുണ്ടായി. ഈ കടന്നു വന്ന ആ വ്യക്തിയുടെ സത്യത്തിലുള്ള ആ ഒരു മാനസികാവസ്ഥയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചതും മുന്നോട്ട് ഈ വീഡിയോൻ്റെ അവസാനം വരെ കണ്ടിരിക്കാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. നമുക്ക് ആദ്യമായിട്ട് ആ വ്യക്തിയെ ഒന്ന് പരിചയപ്പെടാം. സിമി, വെൽക്കം ടു അവർ ടോക്ക്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സിമിയുടെ കുട്ടികളിൽ അഡിനോഡക്ടമി സർജറി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങളുടെ സേവനത്തിനായിട്ട് സിമി ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വരികയുണ്ടായി. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്കും സിമിയിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയാം. ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് സിമി കടന്നു വന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒന്ന് ചുരുക്കി പറയാമോ? ഞാൻ ഓൾറെഡി എൻ്റെ മകൾക്ക് അഡിനോഡക്ടമി സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും 2023 സർജറി കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴേക്കും അവൾക്ക് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പണ്ടത്തെ പോലെ തന്നെ ഈ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടും പിന്നെ ഈ ചെവിക്കുള്ള ഇൻഫെക്ഷനൊക്കെ കണ്ടു തുടങ്ങി. അങ്ങനെ വീണ്ടും ഡോക്ടേഴ്സിനെ പോയി കണ്ടപ്പോ പറഞ്ഞത് അഡിനോയിഡ് വീണ്ടും വലുതായിട്ടുണ്ട്, വീണ്ടും റീസർജറി വേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറിന്റെ ഒരു ടോക്ക് ഞാൻ കണ്ടത്. അപ്പോ എന്തായാലും ഒരു സർജറി ചെയ്യുന്നതിനേക്കാളും ഒരുപക്ഷെ സാറിന്റെ ട്രീറ്റ്മെന്റ് ഉപകാരമായെങ്കിൽ അതിലൂടെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് സാറിനെ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ വന്നത്. സിമിയുടെ 2 കുട്ടികൾക്ക് സർജറി നടത്തിയിരുന്നു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞതായിട്ട് എന്നെ ഓർക്കുന്നത്. അത് ശരിയാണോ? അതെ, ഇവര് ഏഞ്ചൽ മരിയ ട്വിന്നാണ്. അവരുടെ ട്വിൻ സിസ്റ്ററാണ് ആൻ മരിയ. രണ്ടുപേർക്കും സർജറി കഴിഞ്ഞിട്ടുണ്ട്. ഏഞ്ചൽ മരിയക്കാണ് ആദ്യം കഴിഞ്ഞത്, 2023 കഴിഞ്ഞു. അവൾക്കാണ് ഇപ്പൊ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്. പിന്നീട് കഴിഞ്ഞത് ആൻ മരിയക്ക്. അവൾക്ക് 2024 ജനുവരിയിലായിട്ടാണ് സർജറി കഴിഞ്ഞിട്ടുള്ളത്. അവൾക്ക് ഇപ്പൊ പ്രസന്റ്ലി അങ്ങനെ ബുദ്ധിമുട്ട് കാണാനില്ല. ഇപ്പൊ എങ്ങനെയാവും അറിയില്ല, 1 വർഷമായിട്ടുള്ളൂ. ഓക്കെ, അതായത് ഏഞ്ചൽ മെരിയ എന്ന കുട്ടീനെയാണ് ആദ്യം സർജറി ചെയ്തത്. ആ കുട്ടിക്കാണ് ഇപ്പൊ റിലേറ്റീവ് പ്രോബ്ലംസ്, അതായത് സർജറിക്ക് മുമ്പ് ഉണ്ടായിരുന്നിട്ടുള്ള റിലേറ്റീവ് പ്രശ്നങ്ങൾ, ചെവിയുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് എല്ലാം, ജലദോഷം, പനി പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടുള്ളത് ആദ്യം സർജറി കഴിഞ്ഞിട്ടൊക്കെയുള്ള കുട്ടിക്കാണ് അല്ലേ? അതെ. ഓക്കെ ഓക്കെ. സർജിക്കൽ പ്രൊസീജിയറിലൂടെ കടന്നു പോകാമെന്നുള്ള ആ ഒരു തീരുമാനത്തിനോട് എത്ര കണ്ട് ഇപ്പൊ യോജിക്കുന്നുണ്ട്? ഇപ്പൊ നോക്കുമ്പോ സർജറി ചെയ്യാതെ, ഒരുപക്ഷെ സർജറി ചെയ്യാതെ നോക്കായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത്, സർജറിയുടെ സമയത്ത് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് നിന്നിരുന്നത്. എന്താ വെച്ചാല് അഡിനോയിഡ് അത്രയും വലുതായി ശ്വാസകോശത്തിന്റെ അവിടേക്ക് എത്തി എന്ന് പറഞ്ഞിട്ട് സ്കാനിങ്ങിലൊക്കെ സാറ് കാണിച്ചു തന്ന ഡീറ്റെയിൽ ആയിട്ട്. അത്രയും വലിയ ഇതായിരുന്നു. കുട്ടിക്ക് ശ്വാസം കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ആള് ശ്വാസം കിട്ടാതെ പെട്ടെന്ന് എഴുന്നേക്കലും, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായപ്പോഴാണ് പിന്നെ ഞങ്ങൾ ഇതില് സർജറിയിലോട്ട് പോയത്. രണ്ടാമത് സർജറി കഴിഞ്ഞിട്ടുള്ള കുട്ടിയുടെ വായിലൂടെയുള്ള ശ്വസനം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായിട്ടൊരു പരിഹാരം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അവൾക്ക് ഇപ്പൊ സർജറി കഴിഞ്ഞെങ്കിലും ചില സമയങ്ങളിൽ, എപ്പോഴും ഇല്ല, ചില സമയങ്ങളിൽ വായ തുറന്ന് അവൾ ഇപ്പോഴും ഉറങ്ങുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, ചെവിക്കുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും തോന്നുന്നില്ല. പക്ഷെ ഉറക്കത്തിൽ ഈ ഒരു ബുദ്ധിമുട്ട് കാണാണ്ട്. പിന്നെ ഫേസ് മുകളിൽ ഇങ്ങനെ നീണ്ട പോലെ, ആദ്യത്തിനേക്കാളും അപേക്ഷിച്ച് കുറച്ചും കൂടി നീണ്ട പോലെയാണ് തോന്നുന്നുണ്ട്. അതിന് ക്ഷീണിച്ചിട്ടാണോ എങ്ങനെയാണെന്ന് അറിയില്ല. സർജറി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ സർജറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്കുകളെ കുറിച്ചും അതുപോലെ തന്നെ ഇതുപോലെയുള്ള രണ്ടാമതും സർജറി കഴിഞ്ഞ ശേഷം കുട്ടിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം ഉള്ള സാധ്യതകളെ കുറിച്ചിട്ടും സർജിക്കൽ പ്രൊസീജിയർ നടത്തിയിട്ടുള്ള സ്ഥാപനത്തിൽ നിന്നും എന്തെങ്കിലും അറിവുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു? അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും വരുന്നുള്ള അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. ഇത് സർജറി കഴിഞ്ഞാൽ എല്ലാതും ഭേദമാവും എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അതും ടോൺസിലിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ടോൺസിലും കൂടി എടുത്ത് കളഞ്ഞാലേ ബുദ്ധിമുട്ട് കുറയുള്ളൂ എന്ന് ഡോക്ടേഴ്സിന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് പിന്നെ അത് ചെയ്തത്. ടോൺസില് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നില്ല, ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊന്നും.
ഉണ്ടായിരുന്നില്ല എന്നല്ലേ. ഈ അഡിനോയിഡ്സും ടോൺസിലും ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ രോഗപ്രതിരോധ ശക്തി വർദ്ധിച്ചു വരുന്നതിനും അത് ഡെവലപ്പ് ചെയ്ത് വരുന്നതിനും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു രണ്ട് ഘടകങ്ങളാണെന്നുള്ളതിനെ കുറിച്ച് അറിയാമായിരുന്നോ സർജറിക്ക് മുമ്പ് തന്നെ? അതെ, അറിയായിരുന്നു. ഞങ്ങള് പക്ഷേ ഡോക്ടേഴ്സിനോട് ചോദിച്ചു ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോന്ന്. കുറച്ച് 2-3 ഹസ്ബൻഡും ഞാനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. പക്ഷെ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നീട് 1-2 മാസത്തിന് ശേഷം വീണ്ടും ടോൺസിലിന് ബുദ്ധിമുട്ടായിട്ട് വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്നാണ് ഞങ്ങളെ ട്രീറ്റ് ചെയ്ത സാറ് പറഞ്ഞത്. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ആ ഒരു സർജിക്കൽ പ്രൊസീജിയറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇടയായത്. ഓക്കെ. പിന്നെ ഇത്രത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൾക്ക്. ഓപ്പൺ ആയ കാരണം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നന്നായി ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനും അങ്ങനെ കുറച്ച് നാള് നല്ല വേദന സഹിച്ചതിന് ശേഷം അവള് റിക്കവർ ആയി പോകുന്നത്. സർജറി കഴിഞ്ഞതിന് ശേഷം പക്ഷെ നല്ലോണം വേദനയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ല കുട്ടിക്ക്. ഉം. ഓക്കെ. വേറെ വേറെ സംസാരത്തിൽ ബുദ്ധിമുട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? സംസാരിക്കുമ്പോ അവൾക്ക് ഈ സർജറിയുടെ സമയത്ത് 1-1.5 മണിക്കൂറോളം നീണ്ടു നിന്നുണ്ട് ഈ സർജറി. ഓ അപ്പൊ ഓ അത് ഭയങ്കര മൈന്യൂട്ടായുള്ള അധികം അവള് വലുതാവാത്ത കാരണം അതിൻ്റെതായ ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത്. ആ സമയത്ത് എന്തോ നാവിന്റെ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ചൂടായിട്ട് നാവിന്റെ ഒരു ഭാഗം വീർക്കുക, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. പിന്നെ അത് തന്നെ പോയി. പക്ഷെ അവള് ഭക്ഷണം കഴിക്കാനും വർത്താനം പറയാനൊക്കെ കുറച്ച് നാള് നല്ല വേദന സഹിച്ചതിന് ശേഷം ഇതൊക്കെ ചെയ്ത. അങ്ങനെ റിക്കവർ ആയി വന്നതിന് ശേഷം വീണ്ടും പെട്ടെന്ന് വീണ്ടും ഇത് വീണ്ടും തിരിച്ചു വന്നപ്പോ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. ശരിയാണ് അത്രയും ശരി. വേദനയും കാര്യങ്ങളൊക്കെ സഹിച്ച് വന്ന് വീണ്ടും ഇതുപോലെ തന്നെ ഇനിയും ചെയ്യണം എന്ന് പറയുമ്പോ ഭയങ്കര വിഷമമായി പോയി. ഇതുപോലെ സർജിക്കൽ പ്രൊസീജിയർ, ഞാൻ പ്രത്യേകിച്ച് അഡിനോഡക്ടമി സർജറി ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന പുറമേ നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഇത് ഈ സെയിം പ്രോബ്ലം നിങ്ങളുടെ കുട്ടിക്ക് മാത്രമുള്ള ഒരു പ്രശ്നമല്ല. ഞാനിത് ഈ ഫീൽഡിൽ മാത്രം കൈകാര്യം കഴിഞ്ഞ 20 വർഷമായിട്ട് അഡിനോഡ് റിലേറ്റഡ് അലർജി അത് മാത്രം ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു പ്രകാരം ഇത്തരത്തിലുള്ള ഒരു അഡിനോഡക്ടമി സർജറിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന പാരൻസിനോട് സിമിക്ക് സർജറി കഴിഞ്ഞ ഒരു പാരന്റ്, അതായത് സർജറിക്കൽ പ്രൊസീജിയറിന് വിധേയമാക്കിയ ഒരു പാരന്റ് എന്ന നിലയിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കൺവേ ചെയ്യാനുണ്ടോ? ഞാൻ അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ സർജറിക്ക് വേണ്ടി വിധേയായത്. പക്ഷെ എനിക്ക് സർജറി ചെയ്തിട്ടും ഒരു വ്യത്യാസം അതിൽ കാണാൻ പറ്റിയിട്ടില്ല. ഇതിലൂടെ എനിക്ക് പറയാനുള്ള ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പാരൻസിനോടും എനിക്ക് പറയാനുള്ളത് മെസ്സേജ് ഇത് മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും സർജിക്കൽ പ്രൊസീജിയർ ഒരു മെഡിക്കൽ സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്ന ഒരു മെഡിക്കൽ പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും അത് സാധിക്കുന്നിടത്തോളം എപ്പോഴും നോൺ സർജിക്കലി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. തീരെ പറ്റാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ അഡിനോഡ് പോലെയുള്ള കേസുകളിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ കേസുകളിൽ, സർജിക്കൽ പ്രൊസീജിയറിലേക്ക് കടന്നു വരാവുള്ളൂ. സർജിക്കൽ പ്രൊസീജിയർ ഒരിക്കലും ചെയ്യരുത് എന്നല്ല, പല കേസുകളിലും സർജിക്കൽ പ്രൊസീജിയർ ആവശ്യമായിട്ട് വരാം. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് മെഡിസിനിൽ ആസ് ഓഫ് നൗ സർജറി മാത്രം ഉള്ളൂ എങ്കിലും വേറെ സിസ്റ്റം ഓഫ് മെഡിസിൻസ് അല്ലെങ്കിൽ ഒരു കമ്പൈൻഡ് സിസ്റ്റം ഓഫ് മെഡിസിൻ, പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് മോഡേൺ മെഡിസിൻ, ആയുർവേദിക് മെഡിസിൻ ആൻഡ് ഡെന്റൽ സയൻസ്, ഇത് കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് മെഡിസിനാണ് ഈ അഡിനോഡ് പോലെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം ഇതൊരിക്കലും ഒരു മെഡിസിൻ മാത്രം കൊണ്ട് മാത്രമല്ല, ആ ഒരു ലൈഫ് സ്റ്റൈലും ഒരു ബ്രീത്തിങ് പാറ്റേൺ മാറ്റിയെടുക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടെ മാത്രമേ ഇത് ഫുള്ളി കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതും ഒരു ദിവസം കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ റൂട്ട് പ്രോബ്ലത്തെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ആ കുട്ടിയുടെ ബ്രത്തിനെ കറക്റ്റ് ചെയ്യുക, കുട്ടിയുടെ ഓവറോൾ ഹെൽത്തിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ശാശ്വത പരിഹാരം നൽകുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന പരമാവധി നല്ല ചികിത്സാ രീതികൾ നമ്മൾ പലതരത്തിലുള്ള ചികിത്സകൾ കൊടുത്തിട്ടും അവരുടെ പ്രോബ്ലം അതുപോലെ തന്നെ ഈവൻ ആഫ്റ്റർ സർജറി ഒരു ഏറ്റവും അവസാന കൈ എന്ന നിലയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്. അഡിനോഡക്ടമി സർജറി അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ മെറിങ്കോട്ടമി സർജറി വിത്ത് ഗ്രോമറ്റിൻ സെഷൻ എല്ലാം കൊടുത്തിട്ടും കുട്ടികളുടെ പ്രശ്നം അതുപോലെ തന്നെ തുടങ്ങും. എന്തുകൊണ്ടായിരിക്കും? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്ത് പ്രോബ്ലത്തിനും നമ്മളൊരു പ്രോബ്ലത്തെ നമ്മൾ ഫിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ സിംറ്റം അഡിനോയിഡ് എന്തുകൊണ്ടാണ് വലുതായത്, ഞാൻ എപ്പോഴും അങ്ങനെയാണ് നിങ്ങൾക്ക് അതിലധികം ഉൾക്കാഴ്ച നൽകാൻ. ഒരു കുട്ടിയുടെ പ്രോബ്ലം പലപ്പോഴും കുട്ടി കൂർക്കം വലിക്കുന്നു, അല്ലെങ്കിൽ കുട്ടി തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നു, റിപ്പീറ്റഡ് ആയിട്ട് അസുഖങ്ങൾ വരുന്നു, കുട്ടിക്ക് മൂക്കിലൂടെ ശ്വസിക്കാൻ പറ്റുന്നു. ഇതിനെല്ലാം പ്രശ്നം ഒരു അഡിനോയിഡ് ഗ്രന്ഥി വലുതായതാണ്. ഈ അഡിനോയിഡ് ഗ്രന്ഥി എന്തുകൊണ്ട് വലുതായി എന്നുള്ളതിലാണ് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഒരു വ്യക്തി അഡിനോയിഡ് ഗ്രന്ഥി എടുത്തു കളഞ്ഞിട്ടും പ്രശ്നങ്ങൾ വീണ്ടും വരുന്നുണ്ട് എങ്കിൽ ആ പ്രശ്നത്തിലേക്ക് വഴിതെച്ചിട്ടുള്ള കാരണം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതുകൊണ്ട് മാത്രമാണ് ഇത് വീണ്ടും തിരിച്ചു വരുന്നത്. എനിക്കൊരു സംഭവം ഇപ്പോൾ ഓർമ്മ വരുന്നത്, എൻ്റെ പഴയ വീട്, ഞാനിപ്പോൾ എൻ്റെ ചികിത്സിക്കുന്ന സ്ഥാപനത്തിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് നട്ടിട്ടൊരു മാവുണ്ട്, ഒരു കുളമ്പ് മാവ്, നല്ലൊരു കുളമ്പ് മാവാണ്. എൻ്റെ അമ്മയുടെ അമ്മ നട്ടിട്ടുള്ളതാണ്. ഞാനാണത് കൂടുതലും പരിപാലിച്ചു കൊണ്ട്, നല്ല മധുരമുള്ള മാങ്ങകളാണ് അതിൽ കിട്ടുക. ഏകദേശം ഒരു 5-6 വർഷം മുമ്പ് അതിൻ്റെ പല ശാഖകളും
ഉണങ്ങി വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ തന്നെ എനിക്ക് പരിചയമുള്ള ഒരു ഗാർഡനറെ വിളിച്ചു. അയാൾ വന്ന് നോക്കി, സാറേ അത് കുഴപ്പമുള്ള സംഭവമല്ല, അത് ചിത്തിക്കണ്ണി ഉണ്ട്, അതൊന്ന് വെട്ടിക്കളഞ്ഞാൽ മതി, ആ ചില്ലകളാണ്ട് വെട്ടിക്കളഞ്ഞാൽ മതി, കാര്യം കഴിഞ്ഞു. ഒന്നോ രണ്ടോ ചില്ലകൾ ഞാൻ വെട്ടി. ഞാൻ സന്തുഷ്ടവാനായിരുന്നു, കാരണം കാണാൻ നല്ല ഭംഗി, ഉണങ്ങിയ ചില്ലകളൊക്കെ പോയി കഴിഞ്ഞു കാണാൻ നല്ല ഭംഗി. പക്ഷേ എൻ്റെ സന്തോഷം അധികം നേരം നീണ്ടു നിന്നില്ല. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ 2 ചില്ലകളും കൂടി ഉണങ്ങാൻ തുടങ്ങി. സത്യത്തിൽ സങ്കടജനകമായ കാര്യമായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരിക്കൽ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആളോട് കാര്യം പറഞ്ഞു. ഒരു നല്ല കൃഷിക്കാരൻ കൂടിയായിട്ടുള്ള വ്യക്തി അപ്പോൾ തന്നെ എന്നോട് പിക്കാസ് എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. ഞാൻ അവിടെ അടുത്തുള്ള പിക്കാസ് എടുത്ത് കൊണ്ടുവന്ന് ആൾക്ക് കൊടുക്കുകയും ആൾ അവിടുത്തെ ഭൂമി ഒന്ന് പരിശോധിക്കുകയും അതിൻ്റെ വേരുകളും ഒക്കെ ഒന്ന് മാന്തി നോക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആൾ പറഞ്ഞു, ഇതിൽ പൂപ്പൽ ബാധ ഉണ്ട് മോനെ, നീ ഒരു മരുന്ന് പറഞ്ഞു തന്നു, അത് വാങ്ങിച്ചു കൊണ്ട് വെള്ളത്തിൽ കലക്കി അതിൽ കടയിൽ ഒഴിക്കണം, അത് ഇത്ര ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി ഒഴിക്കണം, അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഈ മാവിന്, ഇന്ന് കുറച്ച് നിർദ്ദേശങ്ങളായാലും ഇതെല്ലാം കറക്റ്റായിട്ട് ഞാൻ ചെയ്യുകയും കൃത്യമായിട്ട് സത്യത്തിൽ പറയുകയാണെങ്കിൽ അവിടുന്ന് ആ മാവിന് ഒരു ഉണങ്ങി നിന്ന ശാഖകൾ പോലും കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പതുക്കെ അതിൽ കിളർത്ത് പുതിയ നല്ല മാവ് ഇലകൾ വരികയും, ഇന്നലെ ഞാൻ സത്യത്തിൽ അവിടെ വന്നപ്പോൾ വെട്ടിക്കളയേണ്ട മാവായിരുന്നല്ലോ ദൈവമേ അത് ഓർത്ത് സന്തോഷിക്കുകയും ചെയ്തു. കാരണം വെട്ടിക്കളയാതെ തന്നെ ആ മാവിൽ നല്ലോണം മാങ്ങയുണ്ടായി നിൽക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ആ ഉണങ്ങി നിന്ന മാവിൽ പോലും പുതിയ നല്ല നല്ല കായകൾ ഉണ്ടായി കിടക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ സന്തോഷിച്ചു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എവിടെയും ഒരു പ്രശ്നത്തിൻ്റെ വേരായ പ്രോബ്ലം എന്താണെന്ന് തപ്പിപ്പോവുക എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നം കഴിഞ്ഞ 20 വർഷത്തോളമായിട്ട് ഞാൻ കൃത്യമായിട്ട് ഡീൽ ചെയ്യുന്നതിലൂടെ ഒരിക്കലും നമുക്ക് ഒരു മെഡിക്കൽ സയൻസിലൂടെ മാത്രം കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമല്ല എന്നുള്ള ബോധ്യത ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്ര ഓപ്പണായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ ഒരു കാര്യം പറയുന്നത്. എപ്പോഴും കുട്ടികളിലെ അഡിനോയിഡ് ഗ്രന്ഥി വീങ്ങുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ മെയിൻ കാരണം ഒരു രോഗപ്രതിരോധ ശക്തിയുടെ ഒരു താവളമാണ് സത്യം പറഞ്ഞാൽ ഓരോ ലിംഫ് നോഡുകൾ എന്ന് പറയുന്ന, അതിനകത്ത് ഒരു ലിംഫ് നോഡാണ് ഈ പറഞ്ഞ അഡിനോയിഡ് ഗ്രന്ഥികൾ. അപ്പം എവിടെയെങ്കിലും ഒരു അഡിനോയിഡ് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ എവിടെയെങ്കിലും ലിംഫ് നോഡ് എൻലാർജ്മെന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലൊക്കാലിറ്റിയിലുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വരുന്ന ചെറിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷനോ അതുപോലെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്രശ്നം ബാധിത പ്രദേശമായതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്ക് കൂടുതൽ വെളുത്ത രക്താണുക്കളെ റിക്രൂട്ട് ചെയ്യുകയും ആ ഒരൊറ്റ പ്രശ്നം കാരണം ഈ വെളുത്ത രക്താണുക്കളെ കൂടുതൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ലിംഫ് നോഡുകൾ കൂടുതൽ വലുതാകുന്നു. ഇതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. എന്തുകൊണ്ട് അവിടെ ഒരു പ്രശ്നബാധിത പ്രദേശമായി എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കൂടുതലും കുട്ടികളിൽ വരുന്ന ഏതെങ്കിലും ഒരു അസുഖം കാരണം, പ്രത്യേകിച്ച് വൈറൽ അസുഖങ്ങളാണ് കൂടുതലും കുട്ടികളെ ഇത്തരത്തിലേക്ക് നയിക്കുക. അവരുടെ കൃത്യമായ രോഗപ്രതിരോധ ശക്തി വർക്ക് ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഡിലേഡ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതായത് ആ കൃത്യമായിട്ട് രോഗപ്രതിരോധ ശക്തി ഉള്ള വ്യക്തികളിൽ ഒരു അസുഖം വന്നാൽ അതിനെതിരെയുള്ള ആൻറ്റിബോഡീസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് മെമ്മറി സെൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥയുണ്ട്. ആ അവസ്ഥയ്ക്ക് ചെറിയൊരു താളം തെറ്റൽ വരും. ഇത് വരുമ്പോഴാണ് പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് അസുഖങ്ങൾ വരാൻ തുടങ്ങും. അതായത് ആ രോഗപ്രതിരോധ ശക്തി കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് കടന്നു വരും. അത് വരുന്ന സമയത്ത് റിപ്പീറ്റഡ് അസുഖങ്ങൾ വരികയും ആ അവസ്ഥയിലാണ് ഈ പറഞ്ഞ അഡിനോയിഡ് ഗ്രന്ഥി വലുതാവാൻ തുടങ്ങുക. ഇത് മറ്റെല്ലാ പ്രശ്നങ്ങളിലേക്കും വഴിതെളിക്കുകയും മുന്നോട്ടുള്ള ചെവി സംബന്ധമായ പ്രശ്നങ്ങളും റിപ്പീറ്റഡ് അലർജി പ്രശ്നങ്ങളിലേക്ക് റിപ്പീറ്റഡ് ആയിരുന്ന പനി ഇതെല്ലാത്തിലേക്കും വഴിതെളിക്കുന്ന ഒരേ ഒരു കാരണം ഇതാണ്. ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാത്തടത്തോളം കാലം കുട്ടിയിൽ കൂടുതൽ മൂക്കടവ് ഉണ്ടാക്കുകയും മൂക്കിലൂടെ ശ്വസിക്കാത്തത് കൊണ്ട് തന്നെ കുട്ടിയുടെ രോഗപ്രതിരോധ ശക്തി വീണ്ടും താഴോട്ട് പോവുകയും കൃത്യമായിട്ട് രോഗാണുക്കളെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും അതിനെതിരെയുള്ള പ്രതിരോധ നടപടി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് വരികയും ചെയ്യുന്നതിലൂടെ വീണ്ടും കുട്ടിയുടെ അഡിനോയിഡ് ഗ്രന്ഥി വലുതാവുകയും റിപ്പീറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ തുടർന്ന് പോകുന്ന ഒരു ചക്രമായിട്ട് മുന്നോട്ട് പോകും. ഇതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് ഒരു സിസ്റ്റം ഓഫ് മെഡിസിനിലൂടെ അല്ല ശരിക്കും ചെയ്യാൻ പറ്റുക. കാരണം ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഇതിലൂടെ ഡയഗ്നോസ്റ്റിക് ലെവലിലുള്ള കാര്യങ്ങളിലൂടെയും പലപ്പോഴും പെട്ടെന്ന് വരുന്നൊരു ഇൻഫെക്ഷനെ ടാക്കിൾ ചെയ്യാനായിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക്സ് അതുപോലുള്ള കാര്യങ്ങളിലൂടെയും കുട്ടിയുടെ രോഗപ്രതിരോധ ശക്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള തനത് ജനിച്ചു വീഴുന്ന സമയത്തുള്ള രോഗപ്രതിരോധ ശക്തി തൊട്ടിട്ട് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് വരെയുള്ള ആ കാര്യത്തെ കൂടുതൽ നന്നാക്കാൻ പലപ്പോഴും ഹെർബൽ മെഡിസിൻ പലപ്പോഴും ആയുർവേദിക് മെഡിസിനൊക്കെയാണ് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത്. അതും ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇത് രണ്ടിലൂടെയും മുന്നോട്ട് പോകുന്നതിലൂടെ കുട്ടിയുടെ രോഗപ്രതിരോധശക്തി വർദ്ധിക്കുകയും മൂക്കിൻ്റെ ഉള്ളിലത്തെ തടസ്സങ്ങൾ പതുക്കെ കുറഞ്ഞു വരും. പ്രത്യേകിച്ച് അലർജി ഇത്തരത്തിലുള്ള സാധനങ്ങൾ കുറഞ്ഞു വരികയും കുട്ടിയുടെ ഈ ലിംഫ് നോഡിൻ്റെ സൈസ് പ്രത്യേകിച്ച് അഡിനോയിഡിൻ്റെ സൈസ് പതുക്കെ കുറഞ്ഞു വരാൻ തുടങ്ങും. കുട്ടി പതുക്കെ മൂക്കിലൂടെ ശ്വസിക്കാനും കൂർക്കം വലി ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തും. ഇത് എത്തിയതിന് ശേഷം കുട്ടി വായ തുറന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ആ വായയോടെയുള്ള ശ്വസന രീതി മാറ്റാനുള്ള ട്രീറ്റ്മെൻറ്റ് കൂടി ഇത് ഇൻകോപ്പറേറ്റ് ചെയ്ത് വേണം ഇതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട്. ഒരിക്കലും അതുകൊണ്ട് മാത്രമാണ് ഇത് നേരത്തെ വീഡിയോയിൽ സീമി എന്ന ലേഡി പറഞ്ഞു
രണ്ടാമത്തെ കുട്ടീനെ സർജിക്ക് കഴിഞ്ഞെങ്കിലും കുട്ടി പലപ്പോഴും വായിലൂടെ ശ്വസിച്ചു. അതായത് ഇതൊരു ഗ്രാജുവൽ പരിപാടിയാണ്. സർജറി കഴിഞ്ഞ സമയത്ത് തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ പെട്ടെന്ന് റിലീഫ് കിട്ടും. പക്ഷെ ഗ്രാജുവലി പതുക്കെ പണ്ടത്തെ അവസ്ഥയിലേക്കാവും. നമ്മൾ വീണ്ടും വേറെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കുട്ടിക്ക് പലപ്പോഴും മോഡേൺ മെഡിസിൻ കൊടുക്കുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സ്റ്റിറോയിഡ് മൂക്കിലേക്കുള്ള നേസൽ സ്പ്രേകളാണ്. പലപ്പോഴും അത് കൊടുക്കുമ്പോൾ അവിടെ ഇമ്മ്യൂണിറ്റീനെ കറക്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്, പലപ്പോഴും ഇമ്മ്യൂണിറ്റീനെ സപ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കറക്ഷനെ പകരം ഇമ്മ്യൂണിറ്റി സപ്രഷൻ വരുമ്പോൾ വീണ്ടും ആ മരുന്ന് നിർത്തി കഴിയുമ്പോൾ കൂടുതൽ ശക്തിയിൽ സിംറ്റംസ് പുറകോട്ട് തിരിച്ചു വരികയാണ് ചെയ്യുക. ഇത് വന്നു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഏറ്റവും അവസാനം സർജിക്കൽ സെക്ഷനിലേക്ക് വരുത്തും. സർജറി കഴിയുമ്പോഴാണ് നമ്മൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിൽ നിൽക്കുക. പക്ഷേ ആക്ച്വലി ആ ചോദ്യം ആദ്യമേ ചോദിക്കേണ്ടതാണ്, ഇത് എന്തുകൊണ്ട് വന്നു, എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത്. പലപ്പോഴും ഈ ഒരു ഗൈഡൻസ് കൃത്യമായിട്ട് പലർക്കും കിട്ടാറില്ല. ഈ ഒരു ഉൾക്കാഴ്ച നൽകുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാം, കമൻറ്റിലിടാം. ഞങ്ങളുടെ വാട്സപ്പിൽ വേണമെങ്കിൽ അറിയിക്കാം ഞങ്ങളെ. അതുപോലെ തന്നെ ഇത് ഗുണപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ലക്ഷക്കണക്കിന് പ്രോബ്ലമുള്ള ചുറ്റിലുമുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം. വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അടുത്ത വീഡിയോ ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ശാഖ മുറിച്ച് കളയുന്ന പോലെയുള്ള ഒരു കഥയിൽ നിൽക്കുന്നില്ല. അതായത് ഒരു സർജറിയിൽ നിൽക്കുന്നില്ല ഈ അഡിനോഡക്ടമി സർജറി. പലപ്പോഴും അഡിനോഡക്ടമി കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക് പിന്നീട് അഡിനോഡക്ടമി മാത്രമല്ല, കൃത്യമായിട്ട് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് അഡിനോഡക്ടമി കഴിയോ കഴിയാതിരിക്കുകയോ കൃത്യമായിട്ട് അഡിനോഡ് ഗ്രന്ഥിയുടെ പ്രശ്നത്തെ ഡീല് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് കൂടുതൽ സർജിക്കൽ ഇൻ്റർവെൻഷനുകൾ അയാളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടി വരും. 10ഓളം സർജറികൾ അതുപോലെ ഉണ്ട്, 10ൽ കൂടുതലുണ്ട്. അതിൽ പല സർജറികളും പല കാലഘട്ടങ്ങളിലായിട്ട്, കുട്ടികളായിരിക്കും മാത്രമല്ല കുറച്ചും കൂടി വലുതാവുന്ന സമയത്ത്, പ്രത്യേകിച്ച് മൂക്കിൻ്റെ പാലം വളയുക, അതുപോലെ തന്നെ ടെർമിനേറ്റ് എന്ന് പറഞ്ഞൊരു അതിൻ്റെ ടെർമിനേറ്റിൻ്റെ സൈസ് കുറയ്ക്കാൻ സർജറികൾ വരിക, പെസ് എന്ന് പറഞ്ഞൊരു സർജറി, ഇങ്ങനത്തെ ഒരു എണ്ണിയാത്തീരാത്ത സർജറികൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. ഈ ഒരു പ്രശ്നം കറക്റ്റായിട്ട് ഡീൽ ചെയ്യാത്തതുകൊണ്ട് ഈ പ്രശ്നത്തിൻ്റെ എക്സ്റ്റൻഷനാണെന്നുള്ളത് ഒരാളും അറിയാൻ പോകുന്നില്ല. പലപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഏറ്റവും സുലഭമായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് പല്ല് കെട്ടിക്കുക എന്നുള്ളത്. ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്, പല്ല് നേരെ തെറ്റി വരുന്നു, പല്ല് ഉന്തി വരുന്നു, ഇതെല്ലാം ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. കാരണം 4 നല്ല പല്ല് പറിച്ച് കളഞ്ഞിട്ടാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഇൻഡെപ്തിൽ ഞാൻ അടുത്ത വരുന്ന വീഡിയോസിൽ എല്ലാത്തിലും ഓരോന്നിലും പറയുന്നതായിരിക്കും. പുതിയ വീഡിയോസിലായി കാത്തിരിക്കുക.